നമസ്കാരം, ഞാൻ റിലീസ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലാണ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഷോറൂമിലെ നിരവധി വാഹനങ്ങൾ റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഹ്യുണ്ടായ് വെന്യൂ SXൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവായ എൽദോസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോതമംഗലം പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഹ്യുണ്ടായുടെ വെന്യൂ SX എന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ എൻ്റെ പേര് എൽദോസ് എന്നാണ്, ഞാനിവിടെ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വെന്യൂ SXൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്ന ഒരു വലിയ ഗ്രില്ലാണ്. ഡാർക്ക് ക്രോം പാറ്റേണിലുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. അതിൽ തന്നെ ഹ്യുണ്ടായുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ DRLs ആണ് വരുന്നത്. ഇവിടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഉണ്ട്. കൂടാണ്ട് നമുക്കിവിടെ കോർണറിങ് ഫംഗ്ഷനുള്ള ലൈറ്റ് ഉണ്ട്. കോർണർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് റൊട്ടേഷൻ അനുസരിച്ച് ഈ ലൈറ്റ് വർക്ക് ചെയ്യും. പിന്നീട് നമുക്കിവിടെ ഈ ഒരു പോർഷനാണ് വരുന്നത്, ബമ്പറിൻ്റെ പോർഷനായിട്ട് ഒരു ബ്ലാക്ക് തീമിലാണ്. അതിൻ്റെ താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ബോൾഡായിട്ടുള്ള ഫ്രണ്ട് ലുക്കാണ്. ബോണറ്റും കാര്യങ്ങളെല്ലാം ഒരു ലൈൻസ് എല്ലാം പോകുന്നുണ്ട്, ക്യാരക്ടർ ലൈനായിട്ട്. പിന്നെ നമുക്കൊരു വലിയ വിൻഡ് ഷീൽഡ് വരുന്നുണ്ട്. നല്ല വലിയ വിൻഡ് ഷീൽഡാണ് വെന്യൂവിന് വരുന്നത്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടയർ സൈസ് വരുന്ന 15 ഇഞ്ചിൻ്റെ ടയറാണ് വിത്ത് ബ്ലാക്ക് കളറിലുള്ള സ്റ്റീൽ വീല് വിത്ത് വീൽ ക്യാപ്പാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, മിറർ ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടാണ്ട് ഡോറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ക്ലാഡിങ് SUV ലുക്കായിട്ടാൻ വേണ്ടി ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട്. കൂടാണ്ട് നമുക്കിവിടെ ഡോർ ഹാൻഡിൽ തന്നെ നമുക്കിവിടെ റിക്വസ്റ്റ് സെൻസർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിലായിട്ട് റൂഫ് റെയിൽ വരുന്നുണ്ട്. വൈഡായിട്ടുള്ള 2 ഗ്ലാസ് പോർഷൻസ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്ന 1617 മില്ലിമീറ്റർ ആണ്. പിന്നെ നമുക്ക് വീൽ ബേസ് ആണെങ്കിൽ 2500 മില്ലിമീറ്റർ ഉണ്ട്. വിഡ്ത്ത് 1770, നീളം 3995 മില്ലിമീറ്റർ ആണ് വരുന്നത്. പിന്നെ 45 ലിറ്ററാണ് നമുക്ക് വെന്യൂവിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്കിനി ഇതിൻ്റെ റിയർ പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് ഏറ്റവും മുകളിലായിട്ട്. അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡീഫോഗർ ലൈൻസ് ഉണ്ട്. നമുക്ക് ഇത് SX വേരിയൻ്റ് ആണ്, ഇതിന് വൈപ്പർ വരുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് SX ഓപ്ഷൻ തൊട്ട് നമുക്കിവിടെ റിയർ വൈപ്പർ ആൻഡ് വാഷർ അവൈലബിൾ ആണ്. പിന്നെ ഇത് താഴെയായിട്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ള LED കണക്റ്റഡ് ലൈറ്റ് വരുന്നുണ്ട്. കൂടാണ്ട് ഹ്യുണ്ടായുടെ ലോഗോ, പിന്നെ വെന്യൂവിൻ്റെ വലിയ ആ ഒരു ബാഡ്ജിങ്. SX വേരിയൻ്റ് ആയതുകൊണ്ട് SXൻ്റെ ബാഡ്ജിങ് ഉണ്ട്. റിയർ പാർക്കിംഗ് സെൻസർ, 2 സെൻസറും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. 2 പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ബമ്പർ പോർഷൻ, സ്കിഡ് പ്ലേറ്റ് ഒക്കെ വരുന്നത്. നമുക്കിനി ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് റിയർ വ്യൂ ക്യാമറ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാണ്ട് ഇവിടെ നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റിയാണ് വെന്യൂവിന് വരുന്നത്. നമുക്കിവിടെ വലതുവശത്തായിട്ട് നമുക്കിവിടെ ഒരു ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പാർസൽ ട്രേ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റെല്ലാം തന്നെ 60/40 ആയിട്ട് നമുക്ക് ഫോൾഡബിൾ ആണ്. സെപ്പറേറ്റ് മടക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ മടക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാസഞ്ചറിന് ഇരുന്നിട്ട് ഈ സൈഡിൽ ലഗേജ് കൂടുതലായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഇത് സ്പെയർ വീല് നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു സ്പെയർ വീല് വരുന്നത്. ഇതാണ് വെന്യൂ SXൻ്റെ കീ വരുന്നത്. 2 സ്മാർട്ട് കീ ആണ് വരുന്നത്. ഇത് തന്നെ നമുക്കിവിടെ ലോക്ക്, അൺലോക്ക്, ഹോൾഡ് ബട്ടൺ. ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂട്ട് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണാണ്. ഈ കീ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ലോക്ക്, അൺലോക്ക്, റിക്വസ്റ്റ് സെൻസർ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഡോറിൻ്റെ നമുക്ക് ഹാൻഡിലുള്ള കൺട്രോൾസ് നോക്കാം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ വരുന്ന കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലി ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം ഇലക്ട്രിക്കലി. സെൻറ്റർ ലോക്കിങ്, 4 ഡോറിലുള്ള പവർ വിൻഡോ, റിയറിലെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള പിഞ്ച് ഫംഗ്ഷനും വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. ഡോർ ഹാൻഡ്സ് തന്നെ വരുന്നുണ്ട്. ഇവിടെ ഇൻബിൽറ്റ് ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. അതാണ് ഡോറിൽ ഇത്രയും കൺട്രോൾസാണ് വരുന്നത്. നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മാനുവലായിട്ട് നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. നമുക്കിനി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ
ഈ ഒരു ഭാഗത്ത് വോയിസ് കമാൻഡ്, മോഡ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടണും ഡിസ്കണക്ട് ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് ഈ ഒരു ബട്ടൺ വെച്ച്. പിന്നെ ഓക്കെ ബട്ടൺ ഉണ്ട്, ടോഗിൾ ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട്. പിന്നെ ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് വിത്ത് ലെതർ റാപ്പിംഗ് ഫിനിഷോടുകൂടിയാണ് വരുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് മുകളിലേക്കും താഴേക്കും ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോയിലേക്ക് ഇട്ടാൽ ഹെഡ്ലൈറ്റ് തന്നെ വർക്ക് ആയിക്കോളും, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഇത് SX വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് വിത്ത് പുഷ് ബട്ടണാണ് വരുന്നത്. എൻ്റെ താല്പര്യം തന്നെ നമുക്കിവിടെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോണിനുള്ള ബട്ടൺ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, വ്യൂ ബട്ടൺ. വ്യൂ ഇങ്ങനെ ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് ഞെക്കി കഴിയുമ്പോൾ ഇവിടെ ഫുൾ ടൈം നമുക്ക് റിയർ വ്യൂ, DRVM ഫുൾ ടൈം ഓൺ ആക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, AC-യുടെ വെൻറ്റ് വരുന്നുണ്ട് ഇവിടെയായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പ് വരുന്നുണ്ട് വിത്ത് സൺറൂഫിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഇത് SX വേരിയൻറ്റിൻ്റെ നമുക്ക് സൺറൂഫ് ഉണ്ട്. ഇതിന് താഴെയുള്ള വേരിയൻറ്റിലൂടെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ AC-ൻ്റെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റിയറിലേക്കും ഫ്രണ്ടിലേക്കുള്ള ഗ്ലാസ്സിലേക്കുള്ള എയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓട്ടോ മോഡ് ഉണ്ട്. ഓട്ടോയിൽ ഇട്ടാൽ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൈമറ്റിനനുസരിച്ച്, ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് വർക്ക് ആയിക്കോളും. അങ്ങനെ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ട്യൂൺ ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട്. ഇത്രയും ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. സെറ്റപ്പ്, മീഡിയ, റേഡിയോ, നാവിഗേഷൻ, മാപ്പ്. ഇതിനകത്ത് ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ട്. ഓഫ്ലൈൻ മാപ്പാണ്. ഇതിൽ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് വരുന്നുണ്ട്. ഫോൺ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതിൽ വോയിസ് കമാൻഡ് ഇവിടെ നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ മതി, അതിലേക്ക് നാവിഗേറ്റ് ചെയ്യും. മാപ്പ് ഇപ്പോൾ ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്ന മീൻസ് സിം ഇടുന്നത്? ഇൻബിൽറ്റ് സിം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. കോതമംഗലം ആ ഒരു ലൊക്കേഷൻ ഇവിടെ ഗൈഡൻസ് അടക്കം ഇതിനകത്ത് വരും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റോറേജ്, ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വിത്ത് സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് വയർലെസ് ചാർജർ വരുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, USB കണക്ട് ചെയ്യാം, C2C ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ തീം, ഓവറോൾ കളർ തീം വരുന്നത് ബ്ലാക്ക് വിത്ത് ഗ്രേജ്, 2 കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഡാഷ്ബോർഡ് എല്ലാം തന്നെ ഇവിടെ ഈ ഒരു ഇതിലുള്ള ഫിനിഷിംഗ് ഉണ്ട്. ഇവിടെ എയർ ബാഗിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് കാണാനായിട്ട് സാധിക്കും. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. ഗ്ലോ ബോക്സ് കൂളിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണ് വരുന്നത്. നമുക്കിതിനകത്ത് എല്ലാം തന്നെ കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. ആംബിയൻ സൗണ്ട്സ് ഓഫ് നേച്ചർ വരുന്നുണ്ട്. നമുക്കൊരു കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ടച്ച് എല്ലാം തന്നെ വളരെ ഫാസ്റ്റാണ്. 8 ഇഞ്ചിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ, മീറ്റർ കൺസോൾ വരുന്ന ഫുള്ളി ഡിജിറ്റലായിട്ട് മീറ്റർ കൺസോളാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉണ്ട്, കോമ്പസ് വരുന്നുണ്ട്. പിന്നെ എത്ര ദൂരം ഓടാനുള്ള ഫ്യൂലുണ്ട്, ഡിസ്റ്റൻസ്, എംറ്റി, സ്പീഡ്, RPM, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കളറാണെങ്കിൽ നമുക്ക് 3 രീതിയിലുള്ള കളർ തീമും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് വരുന്നത്. അതിൽ ഡോറോ കാര്യങ്ങളോ നമ്മുടെ ബൂട്ടോ അല്ലെങ്കിൽ ബോണറ്റോ ഓപ്പൺ ആണെങ്കിലും നമുക്കിവിടെ വാണിങ് ഈ ഒരു സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു മിററിനകത്തോടെ B എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ആപ്പ് വെച്ചിട്ട് പെയർ ചെയ്യാം. ആപ്പിൽ തന്നെ നമുക്ക് വണ്ടി ലോക്ക് അൺലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എത്ര ദൂരം ഓടാനുള്ള ഫ്യൂലുണ്ട്, മാപ്പിൽ വണ്ടിയുടെ ലൊക്കേഷൻ കാണാം. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസിനുള്ള ഫിസിക്കൽ ബട്ടൺ ഉണ്ട്, എമർജൻസിക്കുള്ള ഫിസിക്കൽ ബട്ടണും വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. വൈഡായിട്ടുള്ള വിൻഷീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യൂ എല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള വ്യൂ കിട്ടും. പിന്നെ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് റിയർ പോർഷനിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്ക് റിയറിൽ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിയറിലെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ റിയറിൽ 2 AC വെൻറ്റ് വരുന്നുണ്ട് 2 പാസഞ്ചേഴ്സിന് വേണ്ടി.
അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ C2C ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 2 ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പ്ലേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്കിവിടെ റൂം ലാമ്പ് നൽകുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഇവിടെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കോട്ട് ഹാങ് ചെയ്യാനുള്ള ഹാങ്ങറും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ റിയർ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 60/40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും സീറ്റ്. കൂടാണ്ട് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി. കൂടാണ്ട് സെൻട്രൽ പാസഞ്ചേഴ്സിന് വേണ്ടി നമുക്കിവിടെ ഒരു ബെൽറ്റും നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റിയർ സീറ്റിൽ വരുന്നത്. നമുക്കിവിടെ റിയറിലേക്ക് പവർ വിൻഡോയും വരുന്നുണ്ട്. സ്പീക്കർ വിത്ത് പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡറും ഉണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെന്യൂവിൽ നമുക്ക് മൊത്തത്തിൽ വരുന്ന 3 എഞ്ചിൻ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എഞ്ചിനാണ്. ഏകദേശം 83 bhp പവറാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡീസലാണ്. ഡീസൽ വരുമ്പോൾ നമുക്ക് 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്. അതിന് നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ 116 bhp പവറാണ്. പിന്നെ ഉള്ളൊരു ടർബോ ചാർജർ ഒരു എഞ്ചിനും കൂടെ ഉണ്ട്. അത് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ആണ്. 120 bhp ആണ് അതിൻ്റെ പവർ വരുന്നത്. അങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനാണ് വെന്യൂവിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെന്യൂവിൻ്റെ ഈ മാസ സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വെന്യൂവിൻ്റെ എല്ലാ വേരിയൻറ്റിനും നമുക്ക് പെട്രോളിലെ എല്ലാ വേരിയൻറ്റിനും 30,000 നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാണ്ട് എസ് അല്ലെങ്കിൽ എസ് ഓപ്ഷൻ എടുക്കുന്ന കസ്റ്റമേഴ്സ് 40,000 വരെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന എസ് ഓപ്ഷൻ പ്ലസ് പിന്നെ എസ് പ്ലസ് എന്ന് പറഞ്ഞ 2 പുതിയ വേരിയൻറ്റ് വന്നിട്ടുണ്ട്. സൺറൂഫ് ആഡ് ചെയ്തിട്ട് വരുന്ന എസിൻ്റെ എസ് ഓപ്ഷൻ്റെ സൺറൂഫുള്ള മോഡലാണ് പ്ലസ് മോഡൽ. അതെടുക്കുന്ന കസ്റ്റമേഴ്സിന് 25,000 ക്യാഷ് ഡിസ്കൗണ്ട് കമ്പനി തരുന്നത്. പിന്നെ നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്. ആ ടർബോ എഞ്ചിൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് 45,000 വരെ ഈ മാസം നമുക്ക് സ്കീം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി, അതുപോലെ നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും വണ്ടി ഡെലിവറി ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്യാം. ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെന്യൂവിൽ നമുക്ക് കമ്പനി തരുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് ഹ്യുണ്ടായി തരുന്ന വാറണ്ടി. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും പെട്രോൾ മോഡൽസിന്. ഡീസലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ തന്നെ വാറണ്ടി ഉണ്ട്. അത് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഡീസൽ മോഡൽസിന്. അപ്പോൾ വെന്യൂവിൻ്റെ നമുക്ക് പെട്രോളിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9,35,000 ഓൺ റോഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്ന 12,89,000 ആണ്. ഡീസലിൽ എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത മോഡൽ SX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിന് 13,29,000 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ടർബോ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ടർബോയിൽ ഒരു ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ 14,87 നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 11,45 നമുക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ടർബോ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ മോഡലിലും നമുക്ക് ഈ മാസം ആ ഒരു ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള വേരിയൻറ്റിൻ്റെ പ്രൈസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി പ്രൈസോ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളോ ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വണ്ടിയായിട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യുണ്ടായ് വെന്യൂവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഹ്യുണ്ടായ് വെന്യൂവിനെ കുറിച്ചോ അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ മറ്റുള്ള വാഹനങ്ങളെക്കുറിച്ചോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോതമംഗലത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.